ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, നാളെ നമ്മുടെ FIUGP BCom കോർപ്പറേഷനിലെ ഫിൻടെക് എക്സാം ആണല്ലേ. ഫിൻടെക് എക്സാം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനും പേടിക്കുക. കാരണം നമുക്ക് പഠിക്കാൻ ഒരു സോഴ്സും ഇല്ല. അതേപോലെ തന്നെ നമ്മൾ എക്സാമിന് എവിടുന്ന് പഠിക്കും, എങ്ങനെ പഠിക്കും, യാതൊരു ബേസിലാണ്ടിരിക്കുന്ന പിള്ളേരാവും. അപ്പോൾ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓൾറെഡി നമുക്ക് റെഫർ ചെയ്യാനും മുൻകാല ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. പക്ഷേ സിലബസിൻ്റെ ബേസിൽ ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിചാരിച്ച കുറച്ച് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഓരോ മൊഡ്യൂൾ വൈസുകളാണ് ഓരോരോ ക്വസ്റ്റ്യനുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്, കേട്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഒരുപാട് വീഡിയോ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വീഡിയോയ്ക്ക് കടക്കാം. ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ഫിൻടെക്കിൻ്റെ ഏകദേശം ഇൻട്രൊഡക്ഷൻ ഏരിയാസ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഫിൻടെക്കിൻ്റെ ഡെഫിനിഷന്, മീനിങ്, പിന്നെ ഫിൻടെക്കിൻ്റെ എവല്യൂഷൻ നമ്മൾ പഠിച്ച് അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻസുകൾ, പിന്നെ ഫിൻടെക് അപ്ലിക്കേഷൻസുകൾ. അപ്പോൾ ഫിൻടെക്കിൻ്റെ ക്ലാസ്സുകൾ കിട്ടാത്തവർക്ക് നമ്മുടെ ചാനലിൽ പോയി നോക്കാവുന്നതാണ്. നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കാണുക. ഓക്കെ, അതിനുശേഷം വേണം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഡൊമൈൻസുകൾ, പേയ്മെൻറ്റ്, ലെൻഡിങ്, ഇൻഷുറൻസ്, വെൽത്ത് മാനേജ്മെൻറ്റ്, ഇതെല്ലാം നമ്മൾ ഫിൻടെക്കിൻ്റെ ഡൊമൈൻസുകളാണ്. അപ്പോൾ ആ ഡൊമൈൻസൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കിട്ടുക. അപ്പോൾ ഓരോന്നും നിങ്ങൾ പേയ്മെൻറ്റ്സ് എന്താണ്, അതേപോലെ തന്നെ ലെൻഡിങ് എന്താണ്, ഇൻഷുറൻസ് എന്താണ്, അതൊക്കെ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് പഠിച്ച് പോകേണ്ട ഏരിയാസാണ്, കേട്ടില്ല. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്റ്റാർട്ടപ്സ്, ഒരു എക്കോ സിസ്റ്റംസ്, ഈ ഒരു ഏരിയ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. ഇപ്പം നിങ്ങൾ വന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് നോക്കുമ്പോൾ FIUGPൻ്റെ ക്വസ്റ്റ്യൻസുകൾ പലതരത്തിലാണ്. അതായത് ഇപ്പം പ്രോപ്പറായിട്ടൊരു സ്റ്റാൻഡേർഡൊന്നുമില്ല. മേ ബി ആപ്ലിക്കേഷൻ ലെവൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇപ്പം സിമ്പിളായി ചോദിക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏതെങ്കിലും ഒരു ഉള്ളിലത്തെ ഏരിയന്നൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷേ ഇവിടെ നമുക്ക് പേടിക്കേണ്ട കാര്യം, നമ്മുടെ ഫിൻടെക്കിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഇതുവരെ ഇറങ്ങിയിട്ടേ ഇല്ല. ഒരു ടെക്സ്റ്റ് അപ്പം നിങ്ങൾ ജസ്റ്റ് സിലബസ് വെച്ചാൽ പഠിച്ചത്. അപ്പോൾ ആ ഒരു ആശങ്ക പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നന്നായി എഴുതി നിങ്ങൾക്ക് എക്സാം പാസ്സാകാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സുകളൊക്കെ പരമാവധി വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ട് നോട്ട്സൊക്കെ ഉണ്ടാക്കിയിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ഈസ് ഫിൻടെക് ആൻഡ് ഇമ്പോർട്ടൻസ്. അപ്പോൾ അതെന്തായാലും പഠിച്ചു വെക്കണം. ഫിൻടെക് ഫിനാൻഷ്യൽ ടെക്നോളജിയാണ്. അതായത് നമ്മൾ ഫിനാൻഷ്യൽ സെക്ടേഴ്സിലൊക്കെ ടെക്നോളജി ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ടെക്നോളജി ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരിക. അതാണ് നമ്മുടെ ഫിൻടെക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ എവല്യൂഷൻ ഓഫ് ഫിൻടെക്കിൻ്റെ എവല്യൂഷന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ. ഓരോ വർഷം അനുസരിച്ച് വേണം പഠിക്കാൻ. ഇപ്പം നമ്മൾ നിൽക്കുന്ന 21st സെഞ്ച്വറി AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗമാണ്. അപ്പോൾ അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രോപ്പറായി അപ് ടു ഡേറ്റ് ആയിട്ട് ഒരു എക്സാമിന് 10 മാർക്ക് ചോദിച്ചാൽ എങ്ങനെ എഴുതാം അത്രമാത്രം പഠിച്ചു വയ്ക്കുക. അധികം ഹിസ്റ്ററിക്ക് നിങ്ങൾ കയറി പോകേണ്ട ആവശ്യമില്ല. പണ്ട് നമ്മളെ കോയിൻസുകൾ യൂസ് ചെയ്ത് തുടങ്ങി, പിന്നെ അവിടുന്ന് ടെക്നോളജി വന്നു, ഇൻ്റർനെറ്റ് വന്നു. അപ്പോൾ ആ ഒരു എവല്യൂഷനുകളുണ്ട്. ഏകദേശം ആ ഒരു ഫോർമാറ്റ് നോക്കി നിങ്ങൾ പഠിച്ചു പോവുക. ഇനി ഫിൻടെക്കിൻ്റെ കീ ഏരിയാസ്, നമ്മൾ ഒരുപാട് ഏരിയകളിൽ ഫിൻടെക് യൂസ് ചെയ്യുന്നുണ്ട്. ബാങ്കിങ്, ഇൻഷുറൻസ്, മാനേജ്മെൻറ്റ്, അങ്ങനത്തെ സെക്ടറിലൊക്കെ നമ്മൾ ഫിൻടെക് യൂസ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ നമ്മളൊരു ഫിനാൻഷ്യൽ ടെക്നോളജിയിൽ വരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ എന്തായാലും നിങ്ങൾ ഇപ്പോൾ എക്സാമിനായിട്ട് മിസ്ഡ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. UPI, ഇൻ്റർനെറ്റ് ബാങ്കിങ്, ഡിജിറ്റൽ വാലറ്റ്സ്, ഇതൊക്കെയാണ് മെയിനായിട്ട് എക്സാമ്പിൾസ് ആയിട്ട് നമ്മുടെ ഫിൻടെക്കിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റിയത്. അപ്പം ചെറിയ ക്വസ്റ്റ്യനുകൾ നോക്കുക. നമ്മുടെ ആൻസേഴ്സ് വെറും കോഡ് പോയിന്റുകളാണ്, അത് ഷോർട്ട് പോയിന്റ് ആണ്. അത് നിങ്ങൾ നിങ്ങളുടെ ഓൺ ലാംഗ്വേജിലേക്ക് നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, ഇനി നമുക്ക് മൊഡ്യൂൾ 2 ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ആൻഡ് ഇന്നോവേഷൻസ്. മൊഡ്യൂൾ 2ൽ നിന്ന് നമുക്ക് ഏതൊക്കെ ഏരിയാസ് കവർ ചെയ്യണമെന്ന് നോക്കണം, കേട്ടില്ലേ. അപ്പോൾ മൊഡ്യൂൾ 2ൽ നമ്മൾ ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റംസ് ഉണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്, കേട്ടില്ല. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റംസ്. അതിലാണ് നമുക്ക് ഓൺലൈൻ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, ഡിജിറ്റൽ ബാങ്കിങ് വരിക. അപ്പോൾ അതാവുമ്പോൾ അതിൻ്റെ ഫങ്ഷൻസുകൾ ചിലപ്പോൾ ചോദിക്കാം എക്സാമിന്. വാട്ട് ഡു യു മീൻ ബൈ ഡിജിറ്റൽ ബാങ്കിങ്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫങ്ഷൻസ്. അപ്പോൾ ഡിജിറ്റൽ ബാങ്കിങ് എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണോ, അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. അതൊക്കെ നമ്മളൊരു ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ കവർ ചെയ്ത് പോകുന്നതാണ്. പിന്നെ അത് സെയിം ഡിജിറ്റൽ ബാങ്കിങ്ങിനെ പറയുന്ന വേറൊരു പേരായിട്ട് നമുക്ക് മൊബൈൽ ബാങ്കിങ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓൺലൈൻ ബാങ്കിങ് എന്ന് പറയാം. നെഫ്റ്റ്, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്, IMPS, UPI, ഇതൊക്കെ അതിൽ വരുന്ന മൊബൈൽ ബാങ്കിങ്ങിന് വരുന്ന സബ് പാർട്ടുകളാണ്. അപ്പോൾ ഈ ഏരിയാസ് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം.
ഡിജിറ്റൽ വാലറ്റുകൾ ചോദിക്കാം. അത് ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പേടിഎം, ഗൂഗിൾ പേ, ഫോൺ പേ. അപ്പോൾ അതൊക്കെ ഓൾറെഡി ഒരു ചെറിയ 2 ലൈൻ എക്സ്പ്ലനേഷൻസ് പഠിക്കുക. ബാക്കി നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതാൻ വേണ്ടി പറ്റും. മേ ബി ഒരുപാട് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ഒരു ക്വസ്റ്റ്യന്. കാരണം നമ്മളിപ്പോൾ കഴിഞ്ഞ എക്സാംസൊക്കെ വെച്ച് നോക്കുമ്പോൾ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസുകൾ അത്യാവശ്യം കണ്ടുവരുന്നുണ്ട്. ഇനി ഒരു ക്വസ്റ്റ്യനാണ് RBI NPCI റോളുകൾ. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാലും മതിയാവും. പുതിയ റോൾസ് ഇപ്പോൾ ബാങ്കിങ് സെക്ടറിൽ ഇറക്കിയത് ഡിജിറ്റൽ ഇന്നോവേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇറക്കിയ റോൾസുകൾ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിഫൈൻ ഡിജിറ്റൽ പേയ്മെൻറ്റ്, എന്താണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് എന്ന് ചോദിക്കാം. then UPI എന്താണ്, അതെങ്ങനെ വർക്ക് ചെയ്യും. പലരും UPIൻ്റെ ഫുൾ നെയിം യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ് എന്നാണ് പറയുക. ഇൻ്റർഫേസ് ഫോർ ഇൻസ്റ്റൻറ്റ് ബാങ്കിങ് ട്രാൻസ്ഫർ. പലരും UPIക്ക് അവരുടെ സ്വന്തം ലാംഗ്വേജിൽ എന്ത് ചെയ്യും, സ്വന്തം എക്സ്പ്ലനേഷൻ ഉണ്ടാക്കി എഴുതും. പക്ഷേ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ മീനിങ് നിങ്ങൾ എഴുതുന്നത് കറക്റ്റായിരിക്കും. അപ്പോൾ എക്സ്പാൻഷൻ തെറ്റിയാൽ മീനിങ് ശരിയായാലും നിങ്ങൾക്ക് മാർക്ക് കേട്ടില്ലേ. അപ്പം നിങ്ങൾക്ക് UPIൻ്റെ എക്സ്പാൻഷൻ അറിയില്ല. അപ്പം നിങ്ങൾ UPI എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി, എക്സാം പേപ്പറിൽ എഴുതിയാൽ മതിയാവും. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ എഴുതി, പലരും കാണാം യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, യൂണിഫൈഡ് പേയ്മെൻറ്റ് ഒക്കെ പറഞ്ഞിട്ട് ഫുൾ ആക്കാണ്ട് എഴുതുന്നത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അങ്ങനെ വിടുക. അറിയാമെങ്കിൽ യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ്. പിന്നെ NPCIയിലും അതിൻ്റെ റോളുകൾ നോക്കി വയ്ക്കുക. ഡിജിറ്റൽ പേയ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യാനും അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന സിസ്റ്റംസാണ് NPCI. അപ്പോൾ പ്രോപ്പറായിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇനി മൊഡ്യൂൾ 3യിൽ നിന്ന് നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഏതൊക്കെ ഏരിയാസ് ചോദിക്കുന്നു നോക്കാം. അപ്പം മൊഡ്യൂൾ 3യിൽ മെയിനായിട്ട് നിങ്ങൾ ബ്ലോക്ക് ചെയിനും ക്രിപ്റ്റോ കറൻസിനെയും കുറിച്ച് പഠിക്കണം. കോൺസെപ്റ്റ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ബ്ലോക്ക് ചെയിൻ്റെ കോൺസെപ്റ്റ്, അതിൻ്റെ സ്ട്രക്ചേഴ്സ്, ഫീച്ചേഴ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, ആ ഒരു മൊഡ്യൂളിൻ്റെ പേര് തന്നെ അതാണ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കി വയ്ക്കണം. ക്രിപ്റ്റോ കറൻസി, ബിറ്റ് കോയിൻ, അതൊക്കെ എന്താണെന്ന് നോക്കണം. ബ്ലോക്ക് ചെയിൻ ഫിനാൻഷ്യൽ സർവീസിൽ എങ്ങനെയാണ് വരുന്നത്, അതെങ്ങനെയൊക്കെയാണ് ഇഫക്റ്റ് ചെയ്യുന്നത്, അത് മേ ബി അപ്ലിക്കേഷൻ ലെവലായിരിക്കാം, പക്ഷെ നിങ്ങളത് പഠിച്ച് വെക്കണം. കേട്ടില്ലേ. അപ്പോൾ അതിൽ നിന്നും ഇതേപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ എന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് ചോദിക്കാം. ബ്ലോക്ക് ചെയിൻ്റെ അഡ്വാൻറ്റേജ് ചോദിക്കാം. ബ്ലോക്ക് ചെയിൻ്റെ ഒക്കെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഡിജിറ്റലി നമുക്കെല്ലാം സെക്യൂർ ചെയ്യുക ചെയ്യുന്നത്, നമുക്കൊരു സേഫ്റ്റിയും ആൻഡ് സെക്യൂരിറ്റി ഒക്കെ എൻഷുർ ചെയ്യുന്ന ഒന്നാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ അവിടെ ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ട്രാൻസ്പാരൻസി, സെക്യൂരിറ്റി, സേഫ്റ്റി, സ്പീഡ്, കൺവീനിയൻസ്, ഇതെല്ലാം മെയിനായിട്ട് വരുന്ന കുറച്ച് കോമൺ പോയിൻറ്റ്സ്. നമുക്ക് നമ്മുടെ ഫിൻടെക്സിൽ ഒരുപാട് പറഞ്ഞാൽ അത്രയും ഒരുപാട് കോമൺ പോയിന്റുകൾ പഠിക്കാനുണ്ട്. അതായത് ഇപ്പോൾ ഈ ഡിജിറ്റൽ ബാങ്കിങ്ങിൻ്റെയും നെറ്റ് ബാങ്കിങ്ങിൻ്റെയും ഓൺലൈൻ ബാങ്കിങ്ങിൻ്റെയും ഒക്കെ അഡ്വാൻറ്റേജ് സെയിം തന്നെയാണ് വരിക. സോ അതന്നെ നമുക്ക് ഫിൻടെക്കിൻ്റെയും അഡ്വാൻറ്റേജസ് ഒക്കെ ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഏരിയാസൊക്കെ നന്നായിട്ട് നോട്ട് ചെയ്ത് പഠിക്കണം. ഇനി മൊഡ്യൂൾ 4ൽ നമുക്ക് എന്താ പറയുക, റെജ്ടെക്, ഇൻഷുർടെക് ആൻഡ് വെൽത്ത് ടെക്. നമ്മൾ ഈ ഫിൻടെക് എന്ന് പറഞ്ഞാൽ ആകെ ടെക്കിൻ്റെ ഒരു കളിയാണ്. ഫുൾ ടെക്നോളജിയാണ്. ഓരോരോ ഫീൽഡിൽ ടെക്നോളജികൾ അവിടെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് പോവുക ചെയ്യുന്നതല്ലേ. അപ്പോൾ റെജ്ടെക് അതായത് റെഗുലേറ്ററി കംപ്ലയിൻസ് ടൂൾസ്, ഇൻഷുർടെക് ഇൻഷുറൻസ് സർവീസിൽ ടെക്നോളജികൾ യൂസ് ചെയ്യുക. വെൽത്ത് ടെക് അതായത് പോർട്ട്ഫോളിയോസ്, റോബോ അഡ്വർടൈസ്മെൻറ്റ്, അതിനൊക്കെ വേണ്ടിയിട്ടല്ലേ നമ്മൾ സ്റ്റോക്കിങ്ങിൽ, ഫിനാൻഷ്യൽ മേഖലയിലൊക്കെ വെൽത്ത് ടെക് അവിടെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെന്നാണ് പല റിപ്പോർട്ട്സും പറയുന്നത്. അപ്പോൾ ഈ മൂന്നും റെഗ്ടെക്, ഇൻഷുർടെക്, വെൽത്ത് ടെക് സ്മോൾ എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വൈഡായിട്ടുള്ളത് നിങ്ങൾ പഠിക്കണം. കേട്ടോ, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ക്ലാസ്സുകൾ എടുത്ത ഏരിയാസ് ആകും. അപ്പോൾ ആ നോട്ട്സൊക്കെ വെച്ച് നിങ്ങൾ വൈഡ് ചെയ്ത് കവർ ചെയ്യണം. ഇനി ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചോദിക്കാം. ഈ 3ൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഏതെങ്കിലും ഒന്നിൻ്റെ അപ്ലിക്കേഷൻസ് ചോദിക്കും. കേട്ടില്ലേ. അതായത് റെജ്ടെക്കിൻ്റെ അല്ലെങ്കിൽ ഇൻഷുർടെക്കിൻ്റെ അല്ലെങ്കിൽ വെൽത്ത് ടെക്, അതിൻ്റെ ഏതെങ്കിലും ഈ 3 ഏതെങ്കിലും ഒരു അപ്ലിക്കേഷൻസ് ചോദിക്കും. അപ്പം നമ്മൾ ഇതിലൊരെണ്ണമല്ല 3ൻ്റെ അപ്ലിക്കേഷൻസ് പഠിച്ചു വെക്കണം. പിന്നെ അപ്ലിക്കേഷൻസ് എല്ലാം ഒരുവിധം ഏകദേശം സെയിം പോലെയാണ് വരുന്നത്. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ആൻസേഴ്സ് നിങ്ങൾ ഈ ഒരു കീ പോയിൻറ്റ്സുകളും പഠിച്ചു വയ്ക്കുക. ഓക്കെ, പിന്നെ നമുക്കിനി
നെക്സ്റ്റ് എമർജിങ് ട്രെൻഡുകൾ ഫ്യൂച്ചർ ഫിൻടെക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ എമർജിങ് ട്രെൻഡ്സുകൾ ഏതൊക്കെയാണെന്ന് കൂടി നോക്കണം. ഫിൻടെക്ക് ഒന്നുമില്ല, നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് ഒക്കെയാണ് മെയിനായിട്ട് ഫിൻടെക്കിൽ വരുന്നത്. നിങ്ങൾ ഈ ഷോർട്ട് ഫോം AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ML, മെഷീൻ ലേണിംഗ്, അതേപോലെ തന്നെ CP, ക്രിപ്റ്റോ കറൻസി, അങ്ങനെ ഓരോരോ വാക്കുകൾ, UPI, അങ്ങനത്തെ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഷോർട്ട് ഫോം ഒന്ന് അതിൻ്റെ മീനിങ് നിങ്ങൾ നോക്കി പഠിച്ചോ. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ചിലപ്പോൾ മിസ്റ്റേക്കായിട്ട് എഴുതേണ്ട അവസ്ഥ നിങ്ങൾ വരുത്തരുത് കേട്ടില്ല. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ച് പോവുക. ക്വസ്റ്റ്യൻസ് ചോദിക്കാം, മെഷീൻ ലേണിങ്ങും AI ഒക്കെ എന്താണെന്ന് ചോദിക്കാം. ഓപ്പൺ ബാങ്കിങ് ഒക്കെ വളരെ എളുപ്പം. നമ്മൾ ഇത് ഓൾറെഡി നമ്മുടെ മൊഡ്യൂൾ 2ൽ നമ്മൾ പഠിച്ച തന്നെയാണ് ഈ ഓപ്പൺ ബാങ്കിങ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പൺ ബാങ്കിങ് ഇന്നോവേഷനെ പ്രൊമോട്ട് ചെയ്യും. അതേപോലെ തന്നെ എന്തെങ്കിലും ഡിജിറ്റൽ സേഫ്റ്റി, ഡിജിറ്റൽ ബാങ്കിങ്, അതിനൊക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ഓപ്പൺ ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യനുകൾ നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് പഠിച്ചു പോകണം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഏകദേശം ഒരു സമ്മറിയാണ് പറഞ്ഞത്. ഫിൻടെക്ക് എന്ന് പറഞ്ഞാൽ അല്ലേ, ഇതൊക്കെ ഒരു കോമൺ പോയിൻ്റാണ് കേട്ടില്ലേ. എക്സാമിന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ഇതിനൊക്കെ എഴുതാൻ വേണ്ടി കിട്ടണം. ഫിൻടെക്ക് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് ചെയ്യും, ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. കോർ ഏരിയാസുകളാണ് ബ്ലോക്ക് ചെയിൻ, റെച്ച്ടെക്, ഇൻഷുർടെക്, വെൽത്തെക് ഒക്കെ. ഫ്യൂച്ചർ ട്രെൻഡ് AI, ML, ഓപ്പൺ ബാങ്കിങ്, ഇതൊക്കെ മെയിനായിട്ട് വരുന്നുണ്ടാവാം. പിന്നെ എൻഹാൻസസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്ലൂഷൻ, പുതിയ ഇന്നോവേഷൻസും അതിൻ്റെ ഇൻക്ലൂഷൻസും ഒക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ ഫിൻടെക്ക്. അപ്പോൾ ഫിൻടെക്ക് ഇനിയും ഒരുപാട് വിശാലമായിട്ട് പഠിക്കാനുള്ളതാണ്. നിങ്ങളെ സിലബസ് പ്രകാരം നിങ്ങൾ ഇത്രയും ഏരിയസ് എങ്കിലും നമ്മൾ ഫിൻടെക്കിൽ കവർ ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എക്സാം നന്നായി എല്ലാവരും എഴുതുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.